ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശ്വാസികളെ, 60 പ്രഭാഷണങ്ങളിലെ ഇന്നത്തെ വിഷയം വിധിവിശ്വാസം എന്നതാണ്. വിശുദ്ധ ഇസ്ലാമിൻ്റെ 6 പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളിലെ അവസാനത്തെ കാര്യവും ഇസ്ലാമിക ലോകത്തും പുറത്തും നിരവധി വിവാദങ്ങൾക്കും ചർച്ചകൾക്കും തെറ്റുധരിപ്പിക്കലുകൾക്കും വിധേയമായിട്ടുള്ള ഒരു വിഷയമാണ് ഖളാ ഖദറിലെ വിശ്വാസം. എന്താണത്? ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും, നന്മയും തിന്മയും, നമുക്ക് ഹിതകരമായതും അല്ലാത്തതും, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളും അല്ലാത്തതുമെല്ലാം സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദിയിൽ തന്നെ തീരുമാനിച്ചു ഉറപ്പിച്ചതാണ്. വകുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. എല്ലാ വസ്തുക്കളെയും മുൻ തീരുമാനപ്രകാരമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സൃഷ്ടാവായ അല്ലാഹു അറിയാതെ, അവൻ്റെ തീരുമാനപ്രകാരമല്ലാതെ ഒരു ഇല പോലും ഇവിടെ ഇളകുകയില്ല എന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസം. എല്ലാ കാര്യങ്ങളും അവൻ്റെ ഇഷ്ടപ്രകാരം മാത്രം അവൻ തീരുമാനിച്ച് സൃഷ്ടിക്കുന്നതാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അടക്കം. വല്ലാഹു ഖലഖകും വമാ തഫ്അലൂൻ. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. വമാ തഫ്അലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. എങ്കിൽ പിന്നെ അല്ലാഹു തആല നമ്മോട് നന്മകൾ ചെയ്യുവാനും തിന്മകൾ വിരോധിക്കുവാനും ഒഴിവാക്കുവാനും പറഞ്ഞതിൻ്റെ യുക്തി എന്താണ്? തെറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ ശിക്ഷിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? അള്ളാഹു തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണല്ലോ ആ തെറ്റ് അവൻ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ ഉയർന്നു വരാറുണ്ട്. വിശുദ്ധ ഇസ്ലാമിൻ്റെ വിധിവിശ്വാസത്തെ സംബന്ധിച്ചും സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചും അവൻ്റെ സംവിധാനങ്ങളെ സംബന്ധിച്ചുമുള്ള എന്തുമാത്രമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചുള്ള ബോധക്കുറവും അറിവില്ലായ്മയുമാണ് ഈ സംശയങ്ങൾക്ക് കാരണം. ആമുഖമായി നാം മനസ്സിലാക്കേണ്ട ചില പരമാർത്ഥങ്ങളുണ്ട്. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അസ്തിത്വം സദാസമയവും പരിവർത്തനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം പുതുതായി ഉണ്ടായതാണ് എന്നും ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കടന്നു വന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് പിന്നിൽ ഒരു ബാഹ്യശക്തി, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് എന്നുള്ള ആ പരമാർത്ഥം അംഗീകരിക്കുന്ന ആളുകൾക്ക് ആ സൃഷ്ടാവായ അള്ളാഹു, ആ ബാഹ്യശക്തിയായ സൃഷ്ടാവായ അള്ളാഹു എല്ലാ സമ്പൂർണതയുടെ ഗുണങ്ങളും അടങ്ങിയവനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാം കഴിയുന്നവനാണ്, എല്ലാത്തിലും അധിപനാണ് എന്നുള്ള ആ പരമാർത്ഥം അംഗീകരിക്കുന്ന ബോധ്യപ്പെടുന്ന ഏതൊരാൾക്കും വിശുദ്ധ ഇസ്ലാമിൻ്റെ വിധിവിശ്വാസം അംഗീകരിക്കുവാനും മനസ്സിലാകുവാനും ഒരു പ്രയാസവും ഇല്ല. കാരണം സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ ഈ പ്രപഞ്ച ലോകത്ത് ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവുക എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അള്ളാഹുവിൻ്റെ അധികാരത്തിൽ, സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ മറ്റുള്ള ആളുകൾ കൈകടത്തുന്നു എന്നുള്ളതാണ്. സൃഷ്ടാവായ അള്ളാഹു അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാതെ അശക്തനായി മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ
സ്വന്തം തീരുമാനങ്ങൾ അടിയറവ് പറയേണ്ട അശക്തനായ അള്ളാഹുവാണ് ഈ സൃഷ്ടാവ് എന്നാണല്ലോ അതിൻ്റെ താല്പര്യം. സർവജ്ഞനും സർവശക്തനും ഏതൊരു കാര്യവും എങ്ങനെ ചെയ്യണമെന്നും എന്തെല്ലാം സൃഷ്ടിക്കണമെന്നും എങ്ങനെയെല്ലാം സൃഷ്ടിക്കണമെന്നും എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള കൃത്യമായ പ്ലാനിംഗ് ഉള്ള ഹക്കീമായ ആ അള്ളാഹുവിൻ്റെ തീരുമാനവും അറിവും അവൻ്റെ കഴിവുമെല്ലാം ഇല്ല എന്നതിലേക്ക് എത്തുന്ന, അഥവാ അശക്തനായ അള്ളാഹുവാണ്, അറിവില്ലാത്ത അള്ളാഹുവാണ്, ഒന്നിനും കഴിവില്ലാത്ത അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന ബുദ്ധിക്കും യുക്തിക്കും പ്രമാണങ്ങൾക്കുമെല്ലാം ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത, നിരക്കാത്ത ആ ഒരു അബദ്ധങ്ങളിലേക്കാണ് ആ കാര്യം, ആ വാദം ചെന്നു കൂട്ടുക. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു പരമാർത്ഥമാണ്. മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ സ്വന്തം തീരുമാനം ഒഴിവാക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ സ്വന്തം തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെ സൃഷ്ടാവാകും? എങ്ങനെ അവൻ ഇലാഹാകും? എങ്ങനെ അവൻ ദൈവമാകും? അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവ് സർവശക്തനാണ് എന്നും അംഗീകരിക്കുന്ന ഏതൊരാൾക്കും ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ വസ്തുക്കളുടെയും സൃഷ്ടാവ് ആ സൃഷ്ടാവാണ് എന്ന് അംഗീകരിക്കുന്ന എല്ലാവർക്കും ഇവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മുൻ അറിവും മുൻ തീരുമാനപ്രകാരം മാത്രം അവൻ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് തീർച്ചയായും ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ അലീമായ, ഹക്കീമായ, ഖാദിറായ, മുരീദായ, എല്ലാത്തിനും കഴിവുള്ള ആ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വല്ലതും നടക്കുന്നു എന്നുള്ളതാണ് യുക്തിക്ക് നിരക്കാത്തത്. അതാണ് ലോജിക്കല്ലാത്തത്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമേ ഇവിടെ നടക്കുന്നു എന്നുള്ളത് ഇനി വേറെ തെളിവിൻ്റെ ആവശ്യം ഇല്ല. സൃഷ്ടാവിനെയും സൃഷ്ടാവിൻ്റെ ഗുണവിശേഷണങ്ങളെയും മനസ്സിലാക്കാത്തതാണ് ഈ സൃഷ്ടാവിൻ്റെ വിധിവിശ്വാസത്തെ സംശയിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള കാരണമെന്ന് നാം ആമുഖമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും സൃഷ്ടാവായ അള്ളാഹു ആദ്യമേ തീരുമാനിച്ചതാണ് എങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ തെറ്റു ചെയ്യുമ്പോൾ ആ തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കുന്നത് എന്തുകൊണ്ട്? എന്താണ് അതിൻ്റെ ലോജിക്ക്? അള്ളാഹു താല ആദ്യമേ തീരുമാനിച്ചത് കൊണ്ടാണല്ലോ ഒരാൾ തെറ്റുകാരനാവുന്നത് തുടങ്ങിയിട്ടുള്ളതായ സംശയങ്ങൾക്ക് നിവാരണം കാണാം. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, അള്ളാഹു താല ഒരാൾ അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു കാര്യം അതവൻ ചെയ്യുമെന്ന് ആദ്യമേ അറിയുന്നു. അത് ആദ്യമേ അള്ളാഹു താല തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ അള്ളാഹു താല ആദ്യമേ അറിയുന്നു എന്നതുകൊണ്ടോ ആദ്യമേ അത് തീരുമാനിച്ചു എന്നതുകൊണ്ടോ മാത്രം ഇവിടെ ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. ഒരാൾ അവനോട് വിലക്കപ്പെട്ട ഒരു കാര്യം അവൻ ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ, അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ ചെയ്യണമെന്ന് വിചാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവൻ ചെയ്യുന്ന ആ ഒരു കാര്യം അവൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവൻ ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവർത്തനം ഇവിടെ പടക്കുന്നത്. അവൻ്റെ ആ തെറ്റ് അവൻ ചെയ്യുമ്പോൾ അത് പടക്കുന്നത് അള്ളാഹുവാണ്. അത് അള്ളാഹു ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ആ തീരുമാനം കൊണ്ട് മാത്രം ഇവിടെ അള്ളാഹു തആല പടക്കുന്നില്ല, ഇവിടെ ആ പ്രവർത്തനം ഉണ്ടാവുന്നില്ല. ഈ തെറ്റ് ചെയ്യുന്നവൻ അവൻ്റെ ഇഷ്ടപ്രകാരം വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവർത്തനം, ആ തെറ്റ്, അവൻ ചെയ്യുന്ന കാര്യം അള്ളാഹു തആല സൃഷ്ടിക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിലെ ഈ ഇഹലോകത്തെ സംവിധാനമാകുന്നു, രീതിയാകുന്നു. സ്വന്തം കഴിവ് നൽകപ്പെടാത്ത, സ്വാതന്ത്ര്യം നൽകപ്പെടാത്ത, വേണമെങ്കിൽ പ്രവർത്തിക്കുവാനും വേണ്ടെങ്കിൽ ഒഴിവാക്കുവാനും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പ്രവർത്തനത്തിൻ്റെ മേലിലും ഒരു കാര്യത്തിൻ്റെ മേലിലും സൃഷ്ടികളെ അള്ളാഹു തആല ചോദ്യം ചെയ്യുകയോ അതിൻ്റെ പേരിൽ അള്ളാഹു തആല ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അറിയാതെ അവരിൽ നിന്നുണ്ടാവുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്.
എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അല്ലാഹു ആയതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ എല്ലാത്തരം പ്രവർത്തനങ്ങളുടെയും നമ്മൾ അറിയാതെ നമ്മിൽ നിന്നുണ്ടാവുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും അതൊക്കെയും അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇതാണ് ഇസ്ലാമിക വിശ്വാസം. പക്ഷേ നമ്മുടെ ഇഷ്ടപ്രകാരം നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ അല്ലാഹു തആല പ്രതിഫലം നൽകുവാനും അതുപോലെ ശിക്ഷ നൽകുവാനും അല്ലാഹു തആല നിയമമാക്കിയിട്ടുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളെയും ഒരു പ്രവർത്തനത്തിൻ്റെ മേലിലും അല്ലാഹു തആല നിർബന്ധിക്കുന്നില്ല. ഒരു പ്രവർത്തനത്തിലും അല്ലാഹു തആല നിർബന്ധിക്കുന്നില്ല. ഏത് പ്രവർത്തനം സ്വയേഷ്ടപ്രകാരം ഒരാൾ ചെയ്യുന്നുവോ അത് വിശ്വസിക്കലാവട്ടെ, നിരാകരിക്കലാവട്ടെ, ചെയ്യലാവട്ടെ, ഒഴിവാക്കലാവട്ടെ, നന്മ ചെയ്യലാവട്ടെ, തിന്മ പ്രവർത്തിക്കലാവട്ടെ, എല്ലാം സൃഷ്ടാവായ അല്ലാഹു അവനിക്ക് നൽകുന്ന ആ കഴിവും ഇച്ഛാ സ്വാതന്ത്ര്യവും ഫ്രീ വില്ലും ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. ആ പ്രവർത്തനങ്ങളുടെ പേരിൽ മാത്രമേ അല്ലാഹു തആല അവന് പ്രതിഫലം നൽകുകയും ശിക്ഷ നൽകുകയും ചെയ്യുന്നുള്ളൂ. ഒരു വിശ്വാസം എന്നതിനപ്പുറം അല്ലാഹുവിൻ്റെ ഈ ഒരു രീതി, അല്ലാഹു ഈ പ്രപഞ്ചത്ത് സംവിധാനിച്ചിട്ടുള്ള ഈ രീതി വലിയൊരു അനുഗ്രഹവും കൂടെയാണ്. നമുക്കൊരു സ്വാതന്ത്ര്യവും നൽകാതെ, യാതൊരു ഇഷ്ടവും അല്ലാഹു തആല പരിഗണിക്കാതെ, നമ്മിലൂടെ നാം അറിയാതെ നമുക്കൊരു സ്വാതന്ത്ര്യവുമില്ലാതെ അല്ലാഹു തആല എല്ലാ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ അല്ലാഹു തആല നമ്മെ ശിക്ഷിക്കുകയാണ് എങ്കിൽ നാം എന്ത് ചെയ്യും? ഒഴിഞ്ഞു മാറുവാൻ നമുക്ക് സാധിക്കുമോ? എന്തുകൊണ്ട് നീ അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുവാൻ നമുക്ക് അവകാശമുണ്ടോ? ഒരിക്കലും അവകാശമില്ലല്ലോ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്യുന്നില്ല എന്നത് നമ്മോട് ചെയ്യുന്ന അവൻ്റെ വലിയ ഔദാര്യമാണ്, അനുഗ്രഹമാണ്, റഹ്മത്താണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും, ഏത് കാര്യങ്ങളാവട്ടെ, അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. അത് ചെയ്യുവാനുള്ള അവകാശവും അവനിക്കുണ്ട്. ആ കൂട്ടത്തിൽ നമ്മെക്കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുകയും അങ്ങനെ നരകത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കുകയും ചെയ്താലും നമുക്കൊന്നും ചോദിക്കാനില്ല. അതൊരിക്കലും അനീതിയല്ല. അതിന് ചോദ്യം ചെയ്യുന്നതാണ് അനീതി. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ഏതൊരാളും അവന് പൂർണ്ണാധികാരമുള്ള ഒരു കാര്യത്തിൽ അവൻ്റെ ഇഷ്ടപ്രകാരമാണ് അവൻ ചെയ്യുക. അങ്ങനെ അവന് ഇഷ്ടപ്രകാരം അവന് തോന്നുന്നത് പോലെ ചെയ്യുവാനുള്ള അവകാശം അവനിക്കുണ്ട് എന്നുള്ളത് നീതിയാണ്. അതൊരിക്കലും അനീതിയല്ല, അതൊരിക്കലും ധിക്കാരമല്ല, അക്രമമല്ല. അതവൻ്റെ അവകാശമാണ്. ആർക്കെല്ലാം അസുഖങ്ങൾ നൽകണം, ആർക്കെല്ലാം ആരോഗ്യം നൽകണം, ആർക്കെല്ലാം നല്ലത് തോന്നിപ്പിക്കണം, ആർക്കെല്ലാം ചീത്ത തോന്നിപ്പിക്കണം, ആരെയെല്ലാം വിശ്വാസത്തിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകണം, ആരെയെല്ലാം നരകത്തിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യണം, ഈ തുടങ്ങിയിട്ടുള്ളതായ കാര്യങ്ങൾ മുഴുക്കയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അധികാരം ഉപയോഗിച്ച്, അവകാശം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അതിനൊക്കെ അവകാശമുണ്ട്. കാരണം ഇതെല്ലാം നമ്മളടക്കം, നമ്മളുടെ പ്രവർത്തനങ്ങളടക്കം എല്ലാം സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അവൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യങ്ങളിൽ അവനക്ക് ഇഷ്ടം പോലെ ചെയ്യുവാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്, ഏതൊരാളും അംഗീകരിക്കുന്നതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരർത്ഥത്തിൽ ചെയ്യാതെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല മുന്നേ കൂട്ടി തീരുമാനിച്ചതാണെങ്കിലും നമുക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ട്. അതൊരു വസ്തുതയാണ്, നമ്മുടെ അനുഭവ സത്യമാണ്. അതിനെ നിരാകരിക്കുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലാണ്. അനുഭവ സത്യത്തിനെതിരെ, പകൽ വെളിച്ചം പോലെ ബോധ്യപ്പെടുന്ന പരമാർത്ഥത്തിനെതിരെ തീർത്തും പുറം തിരിഞ്ഞു നിൽക്കലാണ് നമ്മുടെ ഫ്രീ വില്ലിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത്. ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ്റെ കൈകൾ ഇളക്കുന്നതും വിറയൽ കൊണ്ടോ മറ്റോ അവനറിയാതെ അവൻ്റെ കൈകൾ ഇളകുന്നതും ഒരുപോലെയാണ് എന്നത് ബുദ്ധിയുള്ള നിഷ്പക്ഷനായ ഏതെങ്കിലും ഒരാൾ പറയുമോ? ഒരാളും അത് സമ്മതിക്കുകയില്ല. പല കാര്യങ്ങളും നമുക്ക് ചെയ്യണമെങ്കിൽ, വേണമെന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതും
വേണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതുമായ തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു ഇഖ്തിയാർ തീർച്ചയായും നമ്മുടെ ചില പ്രവർത്തനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഒഴിവാക്കുവാനും ചെയ്യുവാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതിന് തെളിവ് നിരത്തേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ അനുഭവമാണ്, ലറൂരിയായ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന പരമാർത്ഥവുമാണ്. അള്ളാഹുവിൻ്റെ മുൻ തീരുമാനവും നമ്മുടെ ഇഷ്ടപ്രകാരം ഓരോ സമയത്തും നാം ചെയ്യുന്ന നമ്മുടെ ഈ പ്രവർത്തനങ്ങളും എങ്ങനെ സംയോജിക്കുന്നു, എങ്ങനെ ഒത്തുപോകുന്നു എന്നതിൻ്റെ ആ അന്തർരഹസ്യം നമുക്ക് പിടികിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രം ബോധ്യപ്പെട്ട പരമാർത്ഥങ്ങളെ നിരാകരിക്കുന്നത് യുക്തിക്ക് യോജിക്കുന്നതല്ല. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. എല്ലാ കാര്യങ്ങളും അവൻ്റെ തീരുമാനപ്രകാരമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതൊരു പരമാർത്ഥമാണ്, പ്രാമാണികമായും യുക്തിപരമായും സമർത്ഥിക്കപ്പെട്ട, സ്ഥിരീകരിക്കപ്പെട്ട സത്യമാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു അനുഭവ സത്യമാണ് നമ്മുടെ ചില പ്രവർത്തനങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുവാനും വേണ്ടെങ്കിൽ ഒഴിവാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതും. ഈ രണ്ടു സത്യങ്ങളും അംഗീകരിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള ഒരാളുടെ കടമ. അത് എങ്ങനെ അള്ളാഹു മുൻകൂട്ടി അറിഞ്ഞു, എങ്ങനെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ സൃഷ്ടാവായ അള്ളാഹു ആദ്യമേ അറിഞ്ഞു, ആദ്യമേ തീരുമാനിച്ചു? ഈ രഹസ്യം, ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ നമുക്ക് മറുപടി ഇല്ല എങ്കിലും, ആ രഹസ്യം നമ്മുടെ മുമ്പിൽ നമുക്ക് വെളിവായിട്ടില്ല എങ്കിലും, സ്ഥിരപ്പെട്ട ആ പരമാർത്ഥങ്ങൾ അംഗീകരിക്കാതെ നിരാകരിക്കുന്നത് തീർത്തും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അഹങ്കാരം കൂടെയാകുന്നു. കാരണം ഈ ലോകത്ത് മനുഷ്യരാവുന്ന നമുക്ക്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാവുന്ന നമുക്ക് അറിവിന് പരിമിതികളുണ്ട്. എല്ലാം അറിയുന്നവരല്ല നമ്മൾ. നമ്മുടെ അറിവിന് പരിമിതികളുണ്ട്, അറിവിൻ്റെ മാർഗങ്ങൾക്ക് പരിമിതിയുണ്ട്. ഈ മെറ്റീരിയൽ വേൾഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും എല്ലാം മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമല്ല എങ്കിൽ നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുണ്ട്, നമ്മുടെ കേൾവിക്ക് പരിമിതികളുണ്ട്. 20 ഹെർട്സിൻ്റെ താഴെയുള്ള ശബ്ദങ്ങൾ കേൾക്കുവാൻ നമ്മുടെ കേൾവി കൊണ്ട് സാധിക്കുകയില്ല. 20,000 ഹെർട്സിനേക്കാൾ മുകളിലുള്ളത് കേൾക്കുവാനും നമുക്ക് സാധ്യമല്ല. വിബ്ജിയോർ എന്ന് പറയുന്ന ഏതാനും പ്രകാശരശ്മികൾ മാത്രമേ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതിനേക്കാൾ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് രശ്മികളുണ്ട്. ആ വിബ്ജിയോറിൻ്റെ രണ്ടറ്റത്തുള്ള വയലറ്റിൻ്റെ ഇപ്പുറത്തുള്ളതും റെഡിൻ്റെ അപ്പുറത്തുള്ളതുമായ അൾട്രാ വയലറ്റ് രശ്മികളും ഇൻഫ്രാറെഡ് രശ്മികളും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നില്ല. നമ്മുടെ മുമ്പിലുള്ള ആ കാര്യങ്ങൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ അറിവിൻ്റെ മാർഗങ്ങൾക്ക് പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ മെറ്റീരിയൽ വേൾഡിൻ്റെ സ്വഭാവം പോലും അങ്ങനെയാണ് എങ്കിൽ ഇതിനപ്പുറത്തുള്ള, ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുള്ള മെറ്റാഫിസിക്കൽ വേൾഡാവുന്ന ആത്മീയ ലോകവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പരലോകവുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിൻ്റെ ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ഈ പരിമിതമായ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ബുദ്ധികൾ കൊണ്ടും മനസ്സിലാക്കുവാൻ സാധിക്കും? ഒരിക്കലും അത് സാധിക്കുകയില്ല. ഈ പരിമിതമായ ബുദ്ധി വെച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെ അളക്കുന്നത് വിഡ്ഢിത്തമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്, പരമയാഥാർത്ഥ്യമാണ്. പക്ഷേ ആ വിധിവിശ്വാസത്തിൻ്റെ അന്തർരഹസ്യങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ ലോകത്തിനപ്പുറം വരാനിരിക്കുന്ന പരലോകത്ത് വെച്ച്, സ്വർഗീയ ലോകത്ത് വെച്ച് ആ വിധിവിശ്വാസത്തിൻ്റെ അന്തർരഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിയുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുമാണ് മതം പഠിപ്പിക്കുന്നത്. മഹാന്മാരായ ഇമാമുകൾ അക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിന് മുമ്പ് ഈ പ്രപഞ്ച ലോകത്ത് വെച്ച്, ഈ ഇഹലോകത്ത് വെച്ച് കൊണ്ട് തന്നെ പരലോകത്ത് നടക്കാനിരിക്കുന്ന കാര്യങ്ങളെയോ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അപ്പുറത്തുള്ള
അള്ളാഹുവിനെ സംബന്ധിച്ചോ അവൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചോ കൃത്യമായ അറിയാനുള്ള മാർഗം ഇല്ല എന്നുള്ള ബോധ്യമുണ്ടായിട്ടും അതിനെ നിരാകരിക്കുന്നതും അതിനെ ചോദ്യം ചെയ്യുന്നതും അതിനെ പരിഹസിക്കുന്നതുമെല്ലാം മൗഢ്യമാണ്, വിഡ്ഢിത്തമാണ്, അഹങ്കാരമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അറിവിൽപ്പെടാത്ത കാര്യങ്ങൾ മുഴുവനും നിരാകരിക്കുക, നമുക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങളെല്ലാം അന്ധവിശ്വാസമാണ്, അബദ്ധമാണ് എന്ന് ചിത്രീകരിക്കുക. തെളിവില്ല എന്നുള്ളത് ഒരു കാര്യം ഇല്ല എന്നതിൻ്റെ തെളിവല്ല എന്ന സിമ്പിൾ ലോജിക്ക് പോലും അംഗീകരിക്കാത്ത, അതിനെതിരെ കണ്ണടച്ചിരട്ടാക്കുന്ന മഹാവൃത്തികെട്ട ഏർപ്പാടാണ് ഇന്ന് ഇസ്ലാമിനെ പരിഹസിക്കുന്ന കുബുദ്ധികളായ യുക്തിവാദികളും നിരീശ്വരവാദികളുമായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെട്ട സത്യങ്ങൾ അംഗീകരിക്കുന്നു. അവർ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്നുള്ള സത്യം അവർ അംഗീകരിക്കുന്നു. നമുക്ക് ചില പ്രവർത്തനങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള അനുഭവ സത്യവും അവർ അംഗീകരിക്കുന്നു. അതിൻ്റെ രഹസ്യങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളുടെ അറിവ് പരിമിതമാണ്, ഞങ്ങൾക്കറിയാൻ സാധ്യമല്ല എന്ന വിനയത്തോടുകൂടെ അവർ ശിരസ് നമിക്കുന്നു. ഇതാണ് ബുദ്ധി, ഇതാണ് വിനയം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വിധിവിശ്വാസം കേവലം വിശ്വാസം എന്നതിനപ്പുറം വലിയൊരു ആശ്വാസവുമാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ഏതു നേട്ടങ്ങളും അതെല്ലാം നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ അധ്വാനം കൊണ്ടോ കിട്ടുന്നതല്ല. അതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ ഒരു അചഞ്ചലമായ വിധിയുണ്ട്. ആ വിധി പ്രകാരമാണ് ആ അനുഗ്രഹങ്ങൾ ലഭിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ അവിശ്വാസമുള്ള ഒരു മനുഷ്യൻ നന്ദിയുള്ള വിനയമുള്ള ഒരു മനുഷ്യനാവുകയും ഒരു അടിമയാവുകയും ആ ഉടമക്ക് നന്ദിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യുവാൻ അവൻ സന്നദ്ധനാവുകയും ചെയ്യും. നേരെ മറിച്ച് അവനെ ബാധിക്കുന്ന ദുരിതങ്ങളാണെങ്കിൽ, അവൻ കോട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവൻ നേരിടേണ്ടി വരുന്നത് എങ്കിൽ അതും എൻ്റെ റബ്ബിൻ്റെ പരീക്ഷണമാണ്, എൻ്റെ റബ്ബിൻ്റെ വിധിയാണ്. ആ വിധിയിൽ ഞാൻ പൂർണ്ണമായും സന്തോഷിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, പൊരുത്തപ്പെടുന്നു. അതിൻ്റെ പേരിൽ എനിക്ക് നാളെ പരലോകത്ത് വെച്ച് പ്രതിഫലമുണ്ടാകും. അത് ക്ഷമിച്ചാൽ അതിൻ്റെ പേരിലുള്ള പ്രതിഫലം കൂടും. ഈ ഒരു അർത്ഥത്തിൽ എനിക്കതിൻ്റെ പേരിൽ ഒന്നും വരാനില്ല എന്ന ആശ്വാസത്തിൻ്റെ തെളിനീരാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലുള്ള വിധിവിശ്വാസം എന്നുള്ളത്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അതിനെ നിരാകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം മിഥ്യകളാണ്, അബദ്ധങ്ങളാണ് എന്ന് വാദിക്കുമ്പോഴും മനസ്സിൻ്റെ അകത്ത് ആകുലതകളാണ്, സംശയങ്ങളാണ്, സന്ദേഹങ്ങളാണ്. ആ സന്ദേഹങ്ങൾക്ക് നിവാരണം കാണാൻ കഴിയാതെ ആഴങ്ങളിലേക്ക്, സംശയത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ആഴങ്ങളിലേക്ക് വീണ്ടും വീണ്ടും താഴ്ന്നു പോകുന്നു എന്നതിനപ്പുറം കൃത്യമായ ഒരു വിവരണം അള്ളാഹുവിനെക്കുറിച്ചോ അവൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചോ വിധിവിശ്വാസത്തെക്കുറിച്ചോ അവർക്ക് ലഭിക്കുകയില്ല, ലഭിച്ചിട്ടില്ല. ഒരു തെളിവും അതിനെതിരെ അവർക്ക് കിട്ടുകയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്കുണ്ട്. ആ ഒരു വിഷമത്തിലാണ് അവരുടെ ജീവിതമെങ്കിൽ വിശ്വാസികൾ ഈ ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും അവർ സന്തോഷത്തിലാണ്. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട്, വിധിയിൽ സമാധാനിച്ചുകൊണ്ട്, അതിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാനുള്ള സുന്ദരമായ ഒരു അവസരം വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും അതുപ്രകാരം ജീവിക്കുവാനും സൃഷ്ടാവായ അള്ളാഹു അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മെ തുണക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.